ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോയ്ക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ആൻഡ്രോയിഡ് ബോക്സിൻ്റെ 2-3 വീഡിയോകൾ ചെയ്തിരുന്നു. അന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അത് കണ്ടവർക്ക് എല്ലാവർക്കും ഡൗട്ടാണ്. ഒരുപാട് മെസ്സേജും കാര്യങ്ങളും അല്ലാതെയൊക്കെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് റിന്യൂ ചെയ്യാനതും എവിടെ നമുക്ക് ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമെന്നെല്ലാം നമ്മൾ ഈ വീഡിയോ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഡൗട്ടെല്ലാം നിങ്ങളെ മാറിക്കിട്ടും. അപ്പോൾ എപ്പോഴും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത ബെല്ലൈക്കൻ ആളാക്കാൻ മറക്കരുത്. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവസരം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്ക് ഷെയറും കമൻറ്റും അടുത്തടുത്ത വീഡിയോ ചെയ്ത പ്രയോജനം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുക വന്നാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതിന് കറക്റ്റ് മറുപടി ഞാൻ തരുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ആൻഡ്രോയിഡ് ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ സെറ്റ് ചെയ്യാനും അതിനൊക്കെ തന്നെ അതെങ്ങനെ നമുക്ക് അത് റീചാർജ് ചെയ്യാന്നുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളുടെ കുറേ ടീമുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ് ബോക്സ് മേടിച്ചതിന് ശേഷം എങ്ങനെയാണ് അത് ഒരു വർഷം കഴിഞ്ഞാൽ റീചാർജ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറേ പേർക്ക് അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതാ പൊട്ടിക്കാത്തൊരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. അത് ഞാൻ ആൻഡ്രോയിഡ് ബോക്സിൻ്റെ അൺബോക്സ് വീഡിയോ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ കമ്പനിയിലെ സ്റ്റാഫൊക്കെ വേണ്ടി മേടിച്ചൊരു ബോക്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്നതും അതിനൊക്കെ തന്നെ ഇത് റീചാർജ് ചെയ്യുന്നതും പുതിയ ചെയ്യുന്നതും എല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് നമ്മൾ റീചാർജ് ചെയ്യണമെന്നുള്ള. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് ഇത് ആദ്യം തൊട്ട് അവസാനം വരെയുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ കൂടെ ഞാൻ കാണിക്കുന്നത്. നമുക്കത് പൊട്ടിച്ചതിന് ശേഷം നമുക്കിത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് റീചാർജ് ചെയ്യണമെന്നുള്ളത്. ഞാൻ ആൻഡ്രോയിഡ് ബോക്സ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്ത് നമ്മൾ പുത്തൻ ബോക്സ് എടുത്താൽ ഇവിടെ നമ്മൾ ഇവിടെ HDMI പവറും കൊടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ബോക്സ് ഓണാണ് കാണാം. ഇപ്പോൾ ബോക്സ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓണാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പം അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ബെയറിലാണ് നിൽക്കുന്നതുകൊണ്ട് കറണ്ട് ബെയറിൻ യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യണം. അപ്പം നമ്മളെ വീട്ടിൽ നെറ്റിൻ്റെ വൈഫൈ ഏത് വൈഫൈ ആണുള്ളത് അത് നമുക്ക് പാസ്വേഡും അപ്പോൾ നമുക്ക് ഏതൊക്കെ വൈഫൈ കണക്ട് ചെയ്യാന്നുള്ളത് ഇവിടെ കാണാൻ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യണ വൈഫൈയിൽ യൂസർ നെയിമും പാസ്വേഡും യൂസർ നെയിം ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ഓൺ ആക്കിയതിന് ശേഷം അതിൻ്റെ പാസ്വേഡ് കൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നെറ്റും നമ്മളെ സിസ്റ്റമായിട്ട് കണക്ട് ആവും. നമുക്ക് ഇനി പാസ്വേഡ് അടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ പാസ്വേഡ് അടിക്കാൻ പോവുകയാണ്. നമുക്ക് പാസ്വേഡ് അടിക്കാം. ഇപ്പോൾ നമ്മളെ വൈഫൈയുടെ പാസ്വേഡ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആപ്പെല്ലാം ഓപ്പൺ ആവും ആൻഡ്രോയിഡ് ബോക്സിൻ്റെ. വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ഇതിലൊരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കണം. ആരാ യൂസ് ചെയ്യണം അവരെ കൊടുത്ത് നമുക്കത് ഓപ്പൺ ആക്കാം. ഇപ്പോൾ നമ്മളെ ആപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അവർ ഡൗൺലോഡർ നമ്മൾ പ്ലേ ലിസ്റ്റിൽ പോയിട്ടാണ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമുക്ക് നേരെ പ്ലേ ലിസ്റ്റിലോട്ട് പോകാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ഏതാണ് നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്നുള്ളത്. ആ ആപ്പാണ് നമ്മുടെ ഇവിടെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് ഈ കാണാൻ ഈ ആപ്പ് ഡൗൺലോഡർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ ഡൗൺലോഡർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ കാണാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കാം, അലോ കൊടുക്കാം. ഇപ്പം നമ്മളെ ജിമെയിൽ ഐഡിയും പാസ്വേഡും അടിച്ചിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ കൺഫേം കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് കാണാൻ പറ്റും. ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ഓപ്പൺ ബാക്ക് ആപ്പ് ഇൻസ്റ്റാൾ ആവുകയാണ്. ഇനി ഇൻസ്റ്റാൾ ആപ്പ് ഇവിടെ നമ്മളെ സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ആവുകയാണ്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആക്ടിവിറ്റി കോഡ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഈ ആക്ടിവിറ്റി കോഡാണ് നമ്മൾ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ കാണുന്നിടത്ത് ഈ ആക്ടിവിറ്റി കോഡ് എന്ന് പറഞ്ഞ് കാണുന്നിടത്തിൻ്റെ ആക്ടിവിറ്റി കോഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെയാണ് വരുന്നത്. പഴയ ക്യാൻസലായിട്ട് ഇതിനൊക്കെ ആക്ടിവിറ്റി കോഡെന്ന് പറഞ്ഞ് വരും. പഴയ കോഡ് കാണും. അപ്പോൾ റിന്യൂ ചെയ്യാൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ ആക്ടിവിറ്റി കോഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ആക്ടിവിറ്റി കോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ആക്ടിവിറ്റി കോഡ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ ആക്ടിവിറ്റി കോഡ് ഇനിയിപ്പോൾ നമ്മൾ അടിക്കാൻ പോകും. അടിച്ചു കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഒരു കൊല്ലത്തേക്ക് ഇതിപ്പോൾ റിന്യൂ ആവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി കോഡ് അടിക്കാം. ഞാൻ ഇപ്പോൾ ആപ്പിൻ്റെ പേര് നിങ്ങളിവിടെ കാണാൻ പറ്റും. ആപ്പിൻ്റെ പേര് ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആപ്പിൻ്റെ പേര് ഇപ്പോൾ ഈ ആപ്പിൻ്റെ പേര് IPTV ഇന്റർനാഷണൽ 5G ഇതാണ് ഈ ആപ്പിൻ്റെ പേര്. ആക്ടിവിറ്റി കോഡ് ഞാൻ അടിക്കാൻ പോകുകയാണ്. ആക്ടിവിറ്റി കോഡ് അടിച്ച് നമുക്ക് ഓപ്പൺ ആക്കാം. നിങ്ങൾക്ക് ഈ കോഡ് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡ് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇതിൻ്റെ ആക്ടിവിറ്റി കോഡ് ഞാൻ ഇപ്പോൾ അടിക്കുകയാണ്. വേൾഡ് ചാനൽ ലോകത്തിലുള്ള എല്ലാ ചാനലും നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. ഒരുപാട് നമ്മളെ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് റിന്യൂ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് കണക്കാണ് ഇത് റിന്യൂ ചെയ്യണമെന്ന് ഞാൻ ഇവിടെ ആക്ടിവിറ്റി കോഡ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ഈ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അടിച്ച് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. കടയിലെ കാര്യങ്ങളെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ആക്ടിവിറ്റി കോഡ് ഇപ്പോൾ ഫുൾ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഓക്കെ കൊടുത്ത് ഇന്നാവാം. ഇനിയിപ്പോൾ അതിൻ്റെ കോഡ് ഇപ്പോൾ ഓക്കെ നമ്മൾ ആക്റ്റീവ് ചെയ്യാണ്. ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാം നമ്മളെ കോഡ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട് നമ്മളെ കോഡ്. നിങ്ങൾ ഈ കാണുന്ന ഇതിപ്പോൾ ലൈവ് ടി വി, ഈ കാണുന്ന ലൈവ് ടി വി, അതിനൊക്കെ മൂവീസ്, സീരീസ്, ഇതെല്ലാം നമുക്ക് ഫ്രീ ആണ്. ഇനി ഒരു കൊല്ലത്തേക്ക് ഫ്രീ ആണ്, ഒന്നിനും കൊടുക്കേണ്ട ആവശ്യമില്ല. പുതിയ പുതിയ മൂവി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം ഞാൻ മൂവി ഇപ്പോൾ എടുത്തു തരാം. മൂവിയാണ് ഇപ്പോൾ എടുക്കുന്നത്. മൂവി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മൂവി കാണാം ഇംഗ്ലീഷ് പുതിയ മൂവികളും മലയാളം മൂവികളും എല്ലാം ഉണ്ട്. ഹിന്ദി മൂവി, ഇപ്പോൾ ഹിന്ദി മൂവിയിലോട്ടുണ്ട് കൂടെ കാണാം. ഹിന്ദി മൂവി കാര്യങ്ങളെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്, പുതിയ മൂവികൾ. ഇനി നമുക്ക് മലയാളം മൂവിയിലോട്ട് പോവാം. മലയാളം, പഞ്ചാബ്, തമിഴ് എല്ലാം ഉണ്ട്. ഇപ്പോൾ മലയാളം മൂവി ഇതാകുമ്പോൾ മലയാളം മൂവി വെച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ പുതിയ മൂവികൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ മൂവികൾ ഈ ആപ്പിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ മലയാളം മൂവികൾ ഇവിടെ വന്നിട്ടുണ്ട്. തെലുങ്ക് മൂവി, തമിഴ് മൂവിയിൽ നമുക്ക് നോക്കാം. തമിഴ് മൂവിയിലെ പുതിയ പടങ്ങളെല്ലാം ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതിനങ്ങനെ കുട്ടികൾക്കുള്ള കാർട്ടൂൺ മൂവി അങ്ങനെയുള്ള എല്ലാം ഈ നമ്മൾ ഒരു കുടക്കഴി കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ബാക്ക് പോയിട്ടുണ്ട്. ബാക്ക് പോയതിന് ശേഷം നമുക്ക് ഇനി ലൈവ് ടി വിയിലോട്ട് പോകാം. ഇപ്പോൾ ലൈവ് ടി വി ഓപ്പൺ ആയിട്ടുണ്ട്. ലൈവ് ടി വി ഓപ്പൺ ആകുമ്പോൾ നിങ്ങളിവിടെ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലൈവ് ടി വി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെനു അടിച്ച് നേരെ നമുക്ക് മലയാളം മൂവിയിലോട്ട് പോകാം. ലോകത്തിലുള്ള എല്ലാ ചാനലും ഉണ്ട്, എല്ലാ രാജ്യത്തെ ചാനലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് മലയാളം മൂവിയിലോട്ട് പോകാം. മലയാളം ചാനലിലോട്ട് പോകാം. ഒമാൻ, ഖത്തർ, പാകിസ്ഥാൻ, ഇന്ത്യ ന്യൂസ്, കിഡ്സിൻ്റെ കൊച്ചുങ്ങളെ ചാനല്, ഇന്ത്യൻ ബോളിവുഡ്, മലയാളം മൂവി വന്നിട്ടുണ്ട്. അതിൽ മലയാളം ചാനൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാം എന്തുമാത്രം മലയാളം ചാനലുണ്ടെന്ന് നിങ്ങൾ ഇവിടെ കാണാം. ഒരുപാട് മലയാളം ചാനലുണ്ട്. എത്ര മലയാളം ചാനലുണ്ടെങ്കിൽ കാണാൻ ഇവിടെ കാണുന്ന മൊത്തം നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് പ്ലസ്, കൈരളി ടി വി, മഴവിൽ ന്യൂസ്, രാജ, അതിനകം ഫ്ലവേഴ്സ്, സൂര്യ ടി വി, കൈരളി ടി വി, അതിനൊക്കെ കപ്പ ടി വി, അതിനൊക്കെ കൗമുദി ടി വി, സഫാരി, മഴവിൽ മനോരമ, അമൃത ടി വി, ജിയ ടി വി, പവർ വിഷൻ, മീഡിയ വണ്ണ്, കൈരളി വി, അന്ന് പറയേണ്ട സൂര്യ കോമഡി, കൊച്ചി ടി വി, അങ്ങനെ ഒരുപാട്, ജീവൻ ടി വി, സൂര്യ മ്യൂസിക്, 24 ന്യൂസ്, മഴവിൽ മനോരമ ന്യൂസ്, അതിനൊക്കെ തന്നെ മനോരമ ന്യൂസ്, അതിനൊക്കെ തന്നെ ഒരുപാട് അതായത് 41 മലയാളം ചാനൽ ഇത് കിട്ടുന്നതാണ്. നമുക്ക് വേണ്ടുന്ന ചാനലെല്ലാം ഉണ്ട്. നമുക്ക് ഇപ്പം ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ട് നമുക്ക് ചാനലൊന്നും കറക്റ്റ് കാണിക്കാം. എന്നാലും നിങ്ങൾക്ക് ഒരു ചാനൽ ഓണാക്കി കാണിച്ചു തരാം. ഏഷ്യാനെറ്റ് മലയാളം ഏഷ്യാനെറ്റ് HD ആണ് ഇപ്പോൾ ഓണാക്കുന്നത്. ഇതാ ഒരു കട്ടിയും കാര്യമുള്ളത് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നെറ്റ് മാത്രം മതി. നമുക്ക് ഇനി ഒരു കൊല്ലത്തേക്ക് ഒന്നും പേടിക്കേണ്ട, നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ലൈവ് എത്തിയാൽ നമുക്ക് കാണാം. നമുക്ക് മാറ്റിയിട്ട് ഇനി അടുത്ത ചാനലിലോട്ട് പോവാം. ഇപ്പോൾ ഓണാക്കുമ്പോൾ ഫ്ലവേഴ്സ് ടി വി ആണ്. ഫ്ലവേഴ്സ് ടി വി ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടി വി ആണ്. ന്യൂസ് അതിനൊക്കെ മനോരമ ന്യൂസ്, അതിന് ഒട്ടുമിക്ക ചാനലും നമുക്കിത് കാണാൻ പറ്റുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ റിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ഞാനും ചോദിക്കേണ്ട, എങ്ങനെ റിന്യൂ ചെയ്യണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൂടെ കുഴിയിൽ ഇത്രയും ചാനൽ കിട്ടും. ന്യൂ മലയാളം മൂവീസ്, അങ്ങനെ വേൾഡിലുള്ള മൂവീസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന അടിപൊളി ഒരു പാക്കേജ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസീവർ വേണമെന്നുണ്ടെങ്കിലും അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഇത് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്ത് നമുക്ക് ചെയ്തു തരുന്നതാണ്. ഇതിപ്പോൾ ഒന്നിൻ്റെ ഒരു കമ്പനിയുടെ കാര്യത്തിൽ പ്രൊമോഷൻ വീഡിയോകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് വേണ്ടി ഞാൻ മേടിച്ച ഒരു റിസീവറാണ്. അത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് കാണിച്ചതേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ ഇത് എങ്ങനെയാണ് റിന്യൂ ചെയ്ത് നമ്മൾ 2 സിനിമ കാണണമെന്ന്. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെ റീചാർജ് ചെയ്യുന്നു കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലേക്ക് ആളക്കിടാൻ മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ലൈക്ക് ചെയ്യുക, നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും അടുത്തടുത്ത വീഡിയോയിലെ പ്രയോജനം. അത് നല്ലവർക്കും മറ്റും വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.